ഹലോ സോ ഇന്ന് ഞാനൊരു സ്റ്റഡി വ്ളോഗ് പോലെ ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം നാളെ എനിക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ എക്സാമാണ്. ഞാൻ ഇപ്പോഴാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ടൈം ഞാനൊരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും പഠിക്കാനിരിക്കാം. എന്നിട്ട് പഠിച്ച് തീരുന്ന എപ്പോഴാണോ അപ്പം കിടക്കാമെന്ന് വിചാരിച്ചിരിക്കുക. കാരണം രാവിലെ എണീറ്റ് പഠിക്കാന്നുള്ളത് പോസിബിൾ അല്ല. ഞാനത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അത് വർക്കൗട്ട് ആവുന്നില്ല. അതുകൊണ്ട് ഞാനപ്പോൾ ഇന്ന് രാത്രി ഫുള്ളിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനപ്പോൾ ഒരു സ്റ്റഡി വ്ളോഗ് പോലെ കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കുമോ പോലും എനിക്ക് ഉറപ്പില്ല. ഞാനിങ്ങനെ പല വീഡിയോസും എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ എവിടെ ഇട്ടിട്ടില്ല. കൂടുതലും ഞാൻ പറഞ്ഞ ബോറടിപ്പിക്കുന്നില്ല. ഇതൊരു കുട്ടി വ്ളോഗായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് എ നൈറ്റ് സ്റ്റഡി വ്ളോഗ്. എന്തായാലും നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗൊക്കെ എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇങ്ങനെ നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ ഇതിങ്ങനെ പറയുമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഇതിന് മുന്നിൽ വന്നെന്ന് പറയാനൊരു ചമ്മൽ പോലെ. കറണ്ട് പോയി ഗൈസ്. അല്ലെങ്കിൽ ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നിരുന്നു കഴിഞ്ഞാൽ ഫുൾ പ്രശ്നങ്ങളാണ്. അപ്പോൾ ദ യൂണിവേഴ്സ് സേയിങ് മീ ടു സ്റ്റഡി. ഞാൻ എന്ത് ചെയ്യും? വൺ മോർ തിങ്, ഫോൺ സൈലൻറ്റിൽ ഇടുക, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അങ്ങനെ കറണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കാം. അനങ്ങാത്ര അഗ്രഷൻ, ഇൻ്റർപേഴ്സണൽ അട്രാക്ഷൻ നമുക്ക് ആദ്യം പഠിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ ഗൈസ്, പഠിക്കാൻ നടത്ത് കാണാം. ഇത് ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നു, പക്ഷെ ഇത് ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാമാണ് ഗൈസ്. ലിപ് ബാം പഠിക്കണ്ടേ നമുക്ക്? പഠിക്കാം. ഇനി നമ്മൾ നാളെ സപ്ലി ഇട്ടാൻ പാടുണ്ടോ? ഇല്ല, ഇത് പഠിക്കാം. മുത്തമാവൻ സ്കോളിംഗ്. ശരിക്കും ഇത് കണ്ടോ ഗൈസ്? ഇതാണ് എൻ്റെ മുത്തമാവൻ. കണ്ടോ? ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. യൂട്യൂബിൽ വരും, യൂട്യൂബിൽ. കണ്ടോ ചിരിക്കുന്ന മുഖം? കണ്ടോ നിങ്ങൾ? കണ്ടോ? നമുക്ക് ഗുൽസുനെ വിളിക്കാം. ഗുൽച്ചുനെ ഞാൻ വിളിച്ചില്ല. ഗുൽച്ചു ശങ്കരപ്പറ്റി ഇരിക്കുവായിരിക്കും. ഗുൽച്ചു റിങ്ങിങ്ങ എടുക്കുമെന്നറിയില്ല. ഹായ് ഗുൽച്ചു. ഇല്ല മാറല്ല. ഒരു മിനിറ്റ് മാറല്ല. എന്താ തരും നോക്ക് ഗൈസ്. ദിരഞ്ജനെ കണ്ടോ? ദിരഞ്ജനെ ഇട്ടു കിട്ടി എനിക്ക്. ഇങ്ങനെയാണ് ഞങ്ങൾ എക്സാമിന് പഠിക്കുന്നത്. നമ്മളപ്പോൾ ആദ്യം നിരഞ്ജനെ ഫിസുവിനെ വിളിച്ചിട്ട് ഫിസു എടുത്തില്ല. ഇപ്പൊ പറഞ്ഞു കുളിക്കുമായിരുന്നു പറഞ്ഞപ്പോൾ ഫിസുവിനെ കൂടി വിളിക്കാൻ പോണ ഗൈസ്. ആർക്കും അറിയത്തില്ല യൂട്യൂബ് ചാനൽ. ഹലോ ഫിസു, നിരുവിനെയും കൂടി ആഡ് ചെയ്യട്ടെന്ന്. പിന്നല്ലാണ്ട് ഹായ് ഗൈസ്. കിട്ടാനുള്ളത് കിട്ടി. ഫിസു ഇതിനെ വത്തക്കാട് പോയി ചേക്കണ എനിക്ക് ആരും ഓൾറെഡി എടുത്ത്. ഗൈസ്, ഞങ്ങൾ 3 പേർക്കാണ് നാളെ എക്സാം ഉള്ളത്. അടച്ചു കഴിഞ്ഞ നിരഞ്ജനയിലെ ഊള ഫോട്ടോയും ഫിസയുടെ ഊള ഫോട്ടോയും ക്ലോസ് ഫ്രണ്ട്സ് ചെയ്ത് യൂട്യൂബിൽ വരും. ഇത് ഇന്നത്തെ ലോങ് വീഡിയോ ചെയ്തിട്ടാ. ജോഷി കോൾ എടുത്തില്ലല്ലോ. നമുക്ക് അമ്മേനെ വിളിച്ച് വെള്ളം ചോദിച്ചു നോക്കാം. എനിക്കൊരു രൂപ വെള്ളം എടുത്തു തരുമോ? നമുക്ക് വെള്ളം കിട്ടുന്നൊരു പ്രതീക്ഷയില്ല. നമുക്കിപ്പോൾ പോയി വെള്ളം എടുത്തിട്ട് വരാം. കാരണം വെള്ളം ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. ഇപ്പൊ തന്നെ 10:30 ഞാൻ കിടക്കണ സമയമായി. ഒരു വെള്ളം എടുത്തിട്ട് തരാൻ പറഞ്ഞാൽ പറ്റില്ല അല്ലേ? ഇത്ര ഒരു ക്രൂര സ്ത്രീ ആയിരുന്നു. ഫ്രിഡ്ജ് എന്നും എന്തൊരു വീക്ക്നെസ് ആണ്. ഫ്രിഡ്ജിൽ പല സാധനങ്ങളും ഉണ്ടാകും, പക്ഷെ നമുക്ക് വേണ്ടത് വെള്ളം മാത്രമാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു പെർമിഷൻ എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടിയത്. എന്താണെന്നറിയില്ല. കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ഇപ്പുറമാണ് എനിക്കിങ്ങനെ ഡോർ ഇങ്ങനെ ലോക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അപ്പം നമുക്ക് പഠിക്കാം. 11:03 ആയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ ടൈം 11:01 ആണ്. 11:43 ആയിട്ടുണ്ട്.
പക്ഷേ ഐ എം ഓക്കെ. ഹലോ ഗൈസ്, നമ്മളിപ്പം ഇപ്പം സമയം 12:15 നമ്മൾ എല്ലാം വായിച്ചു വിട്ടിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് എണീക്കണം. സോ അതുകൊണ്ട് ഞാനിപ്പോൾ കിടക്കാൻ പോകണം. ഞാൻ ലാപ്ടോപ്പൊക്കെ ഷട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. കിടക്കാൻ പോവുകയാണ്. എനിക്ക് പുതപ്പില്ല. പുതപ്പ് പോയി സംഘടിപ്പിക്കട്ടെ. അമ്മ എവിടെയാണോ ആവോ. അമ്മ പഠിച്ചു കഴിഞ്ഞ് എനിക്കൊരു പുതപ്പ് തരുമോ? ഇവിടെയോ? താങ്ക് യു മമ്മ. കിടത്താം. നമുക്ക് പുതപ്പ് തന്നു ഗൈസ് മമ്മ. ഞാൻ വിചാരിച്ചു പാതിരാത്രി ആയതുകൊണ്ട് പുതപ്പ് തരത്തില്ല, പക്ഷെ തന്നു. മമ്മി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമുക്കിനി പൊതച്ച് കിടന്ന് ഉറങ്ങാം. ഞാനിനി പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇപ്പോൾ 12:30 ആവാറായി. ഇനിയും കിടന്നെ രാവിലെ ഞാൻ എൻ്റെ തല മുങ്ങൂല. അപ്പോൾ ഈ വീഡിയോ ചിലവർക്ക് വെറും യൂസ്ലെസ് ആയിട്ട് തോന്നാം, ചിലവർക്ക് കുറച്ച് എസ്തെറ്റിക് ആയിട്ട് തോന്നാം, ചിലവർക്ക് ഇത്ര പഠിക്കുമെന്നൊക്കെ തോന്നാം. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി ജസ്റ്റ് ദി റോ ഫൂട്ടേജസ് ഹൗ ഐ സ്റ്റഡി ദ ഡേ ബിഫോർ മൈ എക്സാം. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കണം. ഇഷ്ടപ്പെടാൻ നടക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കിളി നന്നായി പോയി തുടങ്ങി. നമുക്കൊരു 5 മിനിറ്റ് റീൽസ് കണ്ടിട്ട് കിടക്കാം. അപ്പോൾ റീൽസ് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും ഇപ്പം ഈ ഒരു ടൈം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് ഉറങ്ങി അങ്ങ് തീർക്കാം. യെസ്, ബൈ ബൈ, സീ യു, ലവ് യു.